السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. Dear friends, അൽഹംദുലില്ലാ, നമ്മൾ ജീവിതത്തിലെ മനോഹരമായ നിയമങ്ങൾ പഠിക്കുകയാണ്. മനോഹരമാണെന്ന് പറയാൻ എന്താ കാരണം? അത് അള്ളാഹുവിൻ്റെ കലാം ഏറ്റവും നന്നായിട്ട് അത് പാരായണം ചെയ്യാൻ അതിനുള്ള ഒരു ടൂൾ എന്ന നിലക്കാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഹ്കാമുന്നൂനു സാക്കിന വത്തൻവീനിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു നിയമമാണ്. ഇദ്ഗാം എന്ന് പറയും. ഇദ്ഗാം നമുക്ക് ആ നിയമം പഠിക്കുമ്പോൾ ഒരു സൂറ ഓതാം. നമുക്ക് എപ്പോഴും പരിചയമുള്ള ഈ സൂറയിൽ ഈ നിയമങ്ങൾ ആവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും എൻ്റെ കൂടെ ഓതണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസഹ് الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. صدق الله العلي العظيم. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സൂറയാണിത്, സൂറത്തുൽ ഹുമസ. ഇതിൻ്റെ ഫസ്റ്റ് ആയി ശ്രദ്ധിച്ച് നോക്ക്, എന്താ പറയുന്നത്? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. സെക്കൻഡ് ആയ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. നിങ്ങൾ ഖുർആൻ ഒന്ന് കയ്യിൽ വെച്ച് നോക്കി നോക്ക്, എന്താ ഇതിൽ പറയുന്നത്? ഫസ്റ്റ് വൈലുൽ ലികുല്ലി. ഞാൻ അർത്ഥമല്ല പറയുന്നത് കേട്ടോ, അതിൻ്റെ റൂള് നോക്കാം. വൈലുൽ ലികുല്ലി. നിങ്ങൾക്ക് അവിടെ വൈലുൻ എന്ന അവിടെ ഒരു തെൻവീന് കാണാനില്ലേ? രണ്ട് ലൊമ്മ് കാണാൻ പറ്റുന്നില്ലേ? പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? വൈലുല്ലി. തെൻവീനല്ലാലോ, ഒരു ലമ്മ് ഉച്ചരിക്കുന്നില്ല, കേൾക്കുന്നത് വൈലുല്ലി കുല്ലി. പിന്നെന്താ വരുന്നത്? ഹുമസത്തിൽ ലുമസ. ഹുമസത്തിൻ എന്നാണ് ശരിക്കും അവിടെ എഴുതിയത്. പക്ഷെ അതും എങ്ങനെ വരുന്നത്? ഹുമസത്തിൽ ലുമസ. അവിടെ തെൻവീൻ ഉച്ചരിക്കുന്നുണ്ടോ? ഇല്ല. മണിക്കുന്നുണ്ടോ? ഇല്ല. അതങ്ങനെ. ഇതാണ് ഇദ്ഗാമിലെ ഒരു റൂള്. ഇദ്ഗാം ബിലാ ഗുന്ന, ഇദ്ഗാം ബിഗൈരി ഗുന്ന. മണിക്കാതെ മേർജ് ചെയ്യാന്ന് അതിന് പറയാം, കൂട്ടിച്ചേർക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നോക്കുക. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. എന്തല്ലേ രണ്ടാമത്തേൽ എങ്ങനെയാണ്? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അവിടെ മണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തൻവീൻ എന്താ പ്രത്യേകത? അങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ അല്ലേ? എന്താണ്? ആദ്യ തൻവീനെ മണിക്കുന്നില്ല, രണ്ടാമത്തെ ആയത്തിലെ ഈ തൻവീൻ എന്തിനാ മണിക്കുന്നത്? മാലൻ വഅദ്ദദ. എത്ര രസമല്ലേ? മാലൻ വഅദ്ദദ. അതാണ് ഇദ്ഗാമിലെ രണ്ട് റൂളുകൾ. ആദ്യത്തേത് നമ്മളിപ്പോൾ രണ്ടാമത്തെ ആയത്തിൽ വന്ന ഇദ്ഗാം ബിഗുന്ന, മണിച്ചു കൊണ്ടുപോകുക. രണ്ടാമത്തേത് ഇദ്ഗാം ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ബിലാ ഗുന്ന, മണിക്കാതെ ഓതുക. ഫ്രണ്ട്സ്, ഇത് ശരിക്കും മനസ്സിലാക്കി ഓതുമ്പോൾ ഭയങ്കര രസമാട്ടോ. ഓതുന്നത് നമുക്കും കേൾക്കുന്നവർക്കും ഭയങ്കര രസമാണത്, അല്ലേ? നിങ്ങൾ നനച്ചു ഇതൊന്നും ഇല്ലാതെ ഓതിയാൽ എന്തെങ്കിലും രസം ഉണ്ടാവും ഖുർആൻ കേൾക്കാൻ? ഒരിക്കലുമില്ല. നമുക്ക് നിയമം എന്താണെന്ന് മനസ്സിലാക്കാം. വെരി സിമ്പിളാണ്. നമ്മൾ അഹ്കാമു നൂൻ സാക്കിന വത്തൻവീൻ അതിലെ ഫസ്റ്റ് റൂള് ഇൽഹാർ. എത്ര അക്ഷരം പഠിച്ചത്? 6 അക്ഷരം. എത്ര അക്ഷരം? 6 അക്ഷരം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇദ്ഗാമിലെ 6 അക്ഷരങ്ങളാണ്. അതിന് സിമ്പിളായിട്ടൊരു വേർഡ് പറയാം, യർമലൂൻ അല്ലെങ്കിൽ യർമുലൂൻ എന്ന് പറയാറുണ്ട്. യർമലൂൻ. അതിൻ്റെ അർത്ഥമല്ല ഇവിടെ പ്രത്യേകത കേട്ടോ, മറിച്ച് ഏതൊക്കെ അക്ഷരങ്ങളാണെന്നുള്ളതാണ്. ഇനി ഫ്രണ്ട്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. യർമലൂൻ ഏതൊക്കെ അക്ഷരമാണ് വരുന്നത്? യാ, യർ, റാ, പിന്നെതാ
മ, മീം, ലൂ, ലാം, ന, നൂൻ. അല്ലേ? യർമലൂൻ എത്ര അക്ഷരമാണ്? എത്ര അക്ഷരം വരുന്നത്? 5 അക്ഷരങ്ങൾ അല്ല, 6 അക്ഷരങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ്? യർ, മ, ലൂൻ. അല്ലേ? അപ്പോൾ ഇതൊക്കെ വരുന്നത് യാ, റാ, മീം, ലാം, പിന്നെ എന്താണ് വരുന്നത്? വാവ്. ലൂ എന്നുള്ള വാവ് ഉണ്ടല്ലോ, പിന്നെ നൂൻ. ഈ 6 അക്ഷരങ്ങളാണ് ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങൾ. അത് ക്ലിയർ ആയിരിക്കുമല്ലോ. ഈ 6 അക്ഷരങ്ങളാണ് ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങൾ. എന്ന് പറഞ്ഞാൽ എന്താ? നൂൻ സാക്കിന വ തൻവീൻ. നൂൻ സാക്കിനക്കോ തൻവീനു ശേഷം ഈ അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നൂൻ സാക്കിനെയും തൻവീൻ എന്ത് ചെയ്യണം? ഇതിലേക്ക് മേജ് ചെയ്തുകൊണ്ട് ഒറ്റ അക്ഷരമാക്കിയിട്ട് ഓതണം. ഒറ്റ അക്ഷരമാക്കിയിട്ട് ഓതണം. ക്ലിയർ ആണോ? ഒറ്റ അക്ഷരമാക്കി ഓതണം. ഫോർ എക്സാമ്പിൾ വൈലുല്ലി. അല്ലേ? ശരിക്ക് വൈലുൻ ലി എന്നാണ്. ആ നൂന് നോക്കി നോക്ക്. ഇല്ല, ലുല്ലി ഒറ്റ അക്ഷരം മാറാണ്. ഫമൻ യഅമൽ, ഫമൻ യഅമൽ. പക്ഷെ ഓതും എങ്ങനെയാണ്? ഫമൻ യഅമൽ. ആ നൂൻ എന്തിലേക്ക് മേജ് ചെയ്തു? യായിലേക്ക് മേജ് ചെയ്തു. തൊട്ട് മുമ്പുള്ളത് വൈലുല്ലി. ആ തെൻവീൻ, അവിടെ തെൻവീൻ എന്ത് ചെയ്തു? ലാമിലേക്ക് മേജ് ചെയ്തു. അല്ലേ? യോജിപ്പിച്ചു. ഇങ്ങനെയാണ് ഇതിന് പറയാം. ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ നമ്മൾ പറഞ്ഞു യർമലൂനിൽ വരുന്ന 6 അക്ഷരങ്ങൾ. അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതിലേതാണ് ബിഗുന്ന, ഏതാണ് ബിലാഗുന്ന, ഏതാണ് മണിച്ചോതേണ്ടത്, ഏതാണ് മണിക്കാത്തോതേണ്ടത്? ഇതൊരു കൺഫ്യൂസിങ് ആണല്ലോ. കൺഫ്യൂസിങ് ഒന്നല്ല, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. യർമലൂൻ എന്നതിൽ 4 അക്ഷരങ്ങൾ ഇത് നൂന് സാക്കിന തൻവീന് ശേഷം വന്നാൽ മണിച്ചോദണം. ഏതൊക്കെ 4 അക്ഷരങ്ങൾ? യൻമു എന്ന് പറയും. ഇത് ഓർത്തു വെക്കാനാട്ടോ നമ്മളിങ്ങനെ ടേമുകൾ ഉപയോഗിക്കുന്ന യർമലൂൻ, യൻമു എന്നൊക്കെ. യൻമു ഏതൊക്കെ അക്ഷരമാണ്? യാ, നൂൻ, മീം, വാവ്. ഈ 4 അക്ഷരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ മണിച്ചോതും. ഏതുപോലെ? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. 4 അക്ഷരം എവിടെ വരേണ്ടത്? നൂൻ സാക്കിനക്കോ തൻവീനു ശേഷം വന്നാൽ. അപ്പോൾ മാലൻ വഅദ്ദദ, തൻവീന് ശേഷം എന്ത് വന്നു? വാവ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മണിച്ചു വന്നു. ഇത് രസമല്ലേ? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. അവിടെ എന്താ? ലയുംബദന്ന ഫിൽ ഹുതമ. എന്നിങ്ങനെ പോയിട്ട് നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്വലി അലൽ അഫ്ഇദ ഇന്നഹ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. അല്ല, ആശയം ശ്രദ്ധിച്ചു നോക്ക്. ഫീ അമദിൻ മുമദ്ദദ, അമദിൻ മുമദ്ദദ. തെൻവീന് ഏതക്ഷരം വന്നത്? മീം വന്നു. അപ്പോൾ നമ്മൾ മണിക്കുന്നു. അമദിൻ മുമദ്ദദ, അമദിൻ മുമദ്ദദ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കിയ എന്താണ്? നൂൻ സാക്കിന തൻവീന് ശേഷം യൻമു എന്നതിലെ ഏതെങ്കിലും അക്ഷരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ മണിച്ചു കൊണ്ടുപോകണം. മണിച്ചാൽ മാത്രം പോരാ, നൂൻ സാക്കിനെയോ തെൻവീനെയോ അടുത്തു വരുന്ന അക്ഷരത്തിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് ഒറ്റ അക്ഷരമാക്കി നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇനി കുറച്ച് എക്സാമ്പിൾ നമുക്ക് ലാസ്റ്റ് പറയാം. രണ്ടാമത്തെ റൂൾ എന്താ? ഇദ്ഗാമിലെ 4 അക്ഷരങ്ങൾ, 6 4 അക്ഷരങ്ങൾ ഇദ്ഗാം ബിഗുന്ന മണിച്ചു കൊണ്ടുപോകുന്നുണ്ടത്. 2 അക്ഷരം മണിക്കാതെ ഓതേണ്ടത്. അതല്ല നമ്മൾ പറഞ്ഞത് തുടക്കത്തിൽ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അല്ലേ? വൈലുല്ലി. അവിടെ തെൻവീനുണ്ട്, പക്ഷെ ഒരു പരിഗണന കൊടുക്കുന്നില്ല, ഒട്ടും മണിക്കുന്നില്ല. കാരണം തെൻവീന് ശേഷം വന്ന അക്ഷരം ഏതാ? ലാം. ഏതക്ഷരം വന്നത്? ലാം. ലാം വരുമ്പോൾ എന്ത് ചെയ്യൂല? ഒട്ടും മണിക്കൂല. എങ്ങനെ ഓതാ? വൈലുല്ലി കുല്ലി, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസത്തിൽ ലുമസ. അല്ലേ? ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞാൽ തെൻവീനേഷൻ എന്ത് തോന്നും? ലാം തോന്നും. വേറെ എക്സാമ്പിൾ പറയാം. നമ്മൾ സാധാരണ ഓതുന്നതായിരിക്കും ശരിക്ക് അൻറ എന്നല്ലേ, പക്ഷെ നമ്മൾ എങ്ങനെ ഓതുന്നത്? ശരിക്ക് ഒന്ന് കേട്ടു നോക്ക്. അവിടെ നൂണിലെ പരിഗണിക്കുന്ന പോലുമില്ല. അല്ലേ?
പരിഗണിക്കുന്ന പോലുമില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാ ബിലാ ഗുന്നയാണ്. മണിക്കാതെ എന്ത് ചെയ്യുന്നു, ഇതിനെ നൂൻ എന്ത് ചെയ്യുന്നു, അടുത്ത അക്ഷരത്തിലേക്ക് മേർജ് ചെയ്തിട്ട് ഓതാണ്. അപ്പോൾ ഇതാണ് 2 നിയമങ്ങൾ. ഡിയർ ഫ്രണ്ട്സ്, കൺഫ്യൂഷൻ ആയോ? നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇദ്ഗാം 6 അക്ഷരങ്ങളാണ്. യർമലൂൻ എന്നതിൽ വരുന്ന 6 അക്ഷരങ്ങൾ, അതിൽ 4 എണ്ണം യൻമു എന്നതിൽ വരുന്ന യാ, നൂന്, മീമ്, വാവ്, ഈ 4 അക്ഷരങ്ങൾ മണിച്ചോദനോ അതിന് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. 2 അക്ഷരങ്ങൾ നൂൻ സാക്കിന തൻവീന് ശേഷം വന്നാൽ മണിക്കാതെ മേർജ് തോന്നണം. അതിനെന്താ പറയുക? ഇദ്ഗാം ബിലാ ഗുന്ന എന്നാണ് അതിന് പറയുക. ഇതിന് 1-2 എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഏതാണ്? ഫസ്റ്റ് നമുക്ക് ഇദ്ഗാം ബിഗുന്ന എന്നതിന് എക്സാമ്പിൾ പറയാം. ഇദ്ഗാം ബിഗുന്നയിൽ യാ വരുമ്പോൾ അത് നൂൻ സാക്കിനയ്ക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ ഫമൻ യഅമൽ. ഇനി തൻവീന് ശേഷമെങ്കിലോ വബർഖുൻ യജഅലൂൻ അല്ലേ. പിന്നെ വാവിന് ശേഷം വന്നാൽ മിവാൽ ഗശാവതു വലഹും വലഹും. ഇനി നൂന് ശേഷം, നൂൻ സാക്കിന് തൻവീന് ശേഷം നൂന് വന്നാലോ മിൻ നിഅമ. ശരിക്കും നോക്ക്, മിൻ നിഅമ. ഇനി തൻവീന് ശേഷം വന്നാലോ അമനതൻ നുആസ. ഇനി മീം, നൂൻ സാക്കിന് ശേഷം മീം വന്നാലോ മിമ്മാൽ ആയാതിൻ മുബൈനാത്ത് അല്ലേ. നമ്മൾ പറയുന്നത് യൻമു എന്നതിലെ 4 അക്ഷരങ്ങളാണ്. അപ്പോൾ മീം, ആയാതിൻ മുബൈനാത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഇതിലൊരു വ്യത്യാസമില്ലേ? നൂൻ സാക്കിനക്കും തൻവീന് ശേഷം മീമോ നൂനോ വന്നാൽ നമ്മളൊരു ഷദ് കൊടുത്താവുക, ശരിയല്ലേ? പക്ഷേ വാവോ യാവോ വന്നാലോ അവിടെ നമ്മൾ ഷദ് കൊടുക്കുന്നില്ല. അതങ്ങനെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആസ് എ റൂൾ നിൽക്കാൻ മനസ്സിലാക്കേണ്ടത് ഇദ്ഗാം നാഖിസ് ഉണ്ട്, ഇദ്ഗാം കാമിലായി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഫമൻ യഅമൽ എന്ന് ശരിക്കും എങ്ങനെ ഓതണ്ടെന്നോ നമ്മൾ ഒരു മൈൻഡിൽ ഒന്ന് കീപ്പ് ചെയ്താൽ മതി. ഉദാഹരണം നൂന് ശേഷം ഫമൻ യഅമൽ 2 യാ സങ്കല്പിക്കുക. ഓക്കെ, 2 യാ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. 1-ാമത്തെ യാ നമ്മൾ മണിക്കും, 2-ാമത്തെ യാ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ ഓതും. ഫമൻ യഅമൽ അല്ലേ. ഫമൻ 1-ാമത്തെ യാ, യഅമൽ 2-ാമത്തത്. അപ്പോൾ അവിടെ ഷദ് കൊടുക്കൂല നമ്മൾ, ഇതിനെ നാഖിസായെന്ന് പറയാം. ഇനി വാവിൻ്റെതോ മിവാൽ എന്നോ ഫമൻ യഅമൽ എന്നോ ഓതൂല. മിവാൽ അല്ലേ. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, 2 വാവ് കൊടുത്തിട്ട് 1-ാമത്തേന് മണിക്കുക, 2-ാമത്തെ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ഹർക്കത്ത് കൊടുത്ത് ഓതുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ നൂനോ മീമോ വരുമ്പോഴോ അതൊരൊറ്റ അക്ഷരമാക്കി നമ്മൾ ഓതും. ഉദാഹരണം മിൻ നിഅമ അല്ലേ. എന്ത് രസമായിരിക്കും അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ. ഒരു സൂറത്ത് ഓതിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നൂൻ സാക്കിന തൻവീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇദ്ഗാമിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇദ്ഗാം ബിഗുന്ന ബിലാ ഗുന്നയുടെ ഈ ഒരു കാറ്റഗറിയാണ്. അതിൽ സ്പെസിഫിക്കലി നമ്മൾ സൂറത്തുൽ ഹുമസ ഒന്ന് ഫോക്കസ് ഓതിയാൽ നമുക്കൊന്നുകൂടി ക്ലാരിറ്റി കിട്ടും അല്ലേ. അതിൽ ഫസ്റ്റ് 2 ആയത്ത് ശ്രദ്ധിക്കുക. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. പിന്നെ അവസാനത്തെ ആയത്തിൽ എങ്ങനെ വരുന്നത്, ഫീ അമദിൻ മുമദ്ദദ. വേറെ പല സൂറകളും നമുക്ക് എക്സാമ്പിൾ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സാമ്പിളൊക്കെ പഠിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഖുർആൻ ഡിസൈറ്റ് ചെയ്യാൻ കഴിയും. അള്ളാഹു അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൽ വരുന്ന എക്സെപ്ഷൻസ് നമുക്ക് അടുത്ത നിയമത്തിൻ്റെ കൂടെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.